നമസ്കാരം. ആകാശത്തിൻ്റെ അതിരുകൾ ഭേദിച്ച് ശബ്ദത്തേക്കാൾ മൂന്നിരട്ടി വേഗതയിൽ ഭൂമിയിലെ റഡാറുകളുടെ കണ്ണ് വെട്ടിച്ച് നക്ഷത്രങ്ങൾക്കൊപ്പം സഞ്ചരിച്ച ഒരു ഇതിഹാസമുണ്ട്. ശീതയുദ്ധകാലത്തെ സോവിയറ്റ് യൂണിയൻ്റെ ഏറ്റവും മാരകമായ എഞ്ചിനീയറിംഗ് വിസ്മയം. എന്നാൽ അതിനേക്കാളൊക്കെ ഉപരി കാൽനൂറ്റാണ്ടോളം ഇന്ത്യയുടെ ആകാശക്കോട്ടകളിൽ ഒരു അദൃശ്യ നിഴൽ പോലെ ലോകം മുഴുവൻ കണ്ണു തുറന്നു നിന്നിട്ടും ആരും കാണാതെ പോയ ഒരു സുവർണ രഹസ്യം. ഇന്ത്യൻ വ്യോമസേനയുടെ ചരിത്രത്തിൽ ഇതിലും വലിയൊരു രഹസ്യം വേറെ ഉണ്ടായിട്ടുണ്ടാകില്ല. അക്ഷരാർത്ഥത്തിൽ ശത്രുക്കളുടെ ഉറക്കം കെടുത്തിയ, ഒരേ സമയം വിസ്മയവും ഭയവും വിതച്ച ആ ആകാശ ഭീകരന്റെ പേരാണ് MiG-25 ഫോക്സ് ബാറ്റ്. സാങ്കേതിക വിദ്യയുടെ അവസാന വാക്കായിരുന്ന ഈ സൂപ്പർസോണിക് വിമാനം ഇന്ത്യ സ്വന്തമാക്കിയത് എങ്ങനെയെന്നോ, അതോ അതിനു പിന്നിൽ നടന്ന അതിസാഹസികമായ നീക്കങ്ങൾ എന്തൊക്കെയാണെന്നോ വർഷങ്ങളോളം പുറം ലോകം അറിഞ്ഞിരുന്നില്ല. പാകിസ്ഥാന്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിന്റെ ആകാശത്തിലൂടെ മിന്നൽ പിണർ പോലെ പാഞ്ഞുപോയി അവിടെ ഒരു വൻ സ്ഫോടനത്തിന്റെ പ്രകമ്പനമുണ്ടാക്കി നിമിഷനേരം കൊണ്ട് അപ്രത്യക്ഷമായ വിമാനം ഏതാണെന്ന് തിരിച്ചറിയാൻ പോലും അയൽ രാജ്യങ്ങൾ മാസങ്ങളോളം വെപ്രാളപ്പെട്ടിട്ടുണ്ട്. ഒരു രാജ്യത്തിന്റെ പ്രതിരോധ രഹസ്യം ഇത്രയും കൃത്യതയോടെ ഇത്രയും ദീർഘകാലം രഹസ്യമാക്കി വയ്ക്കാൻ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് എങ്ങനെ സാധിച്ചു? ആകാശത്തിന്റെ നെറുകയിലൂടെ പറന്ന് ശത്രുക്കളുടെ താവളങ്ങൾ ഒപ്പിയെടുത്ത ആ ഫോക്സ് ബാറ്റിന്റെ കഥ, അതിൻ്റെ വിരമിക്കൽ ദിനത്തിൽ ലോകം ഞെട്ടലോടെ അറിഞ്ഞ ആ ചരിത്ര യാഥാർത്ഥ്യം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പരിശോധിക്കാം. ലോകത്തെ തന്നെ വിസ്മയിപ്പിച്ച ആ സൈനിക രഹസ്യത്തിൻ്റെ ചുരുളഴിഞ്ഞ കഥയാണിത്. അതിരുകളില്ലാത്ത ആകാശത്തിൻ്റെ പരപ്പിൽ വിസ്മയങ്ങൾ തീർത്ത പോർ വിമാനങ്ങളുടെ ചരിത്രത്തിൽ തിളങ്ങി നിൽക്കുന്ന ഒരു നാമമാണ് MiG-25 ഫോക്സ് ബാറ്റ്. ശീതയുദ്ധകാലത്തെ സോവിയറ്റ് യൂണിയന്റെ എഞ്ചിനീയറിംഗ് മികവിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും പ്രതീകമായിരുന്ന ഈ അതിശക്തമായ വിമാനം ഇന്ത്യൻ വ്യോമസേനയുടെ ചരിത്രത്തിൽ ഒരു സുവർണ അധ്യായമാണ് രചിച്ചിട്ടുള്ളത്. ആകാശത്തിൻ്റെ അതിർത്തികൾക്കപ്പുറത്തേക്ക് പറന്നുയർന്ന് രാജ്യത്തിൻ്റെ സുരക്ഷാ കവചമായി മാറിയ MiG-25 വിമാനത്തിൻ്റെ വരവും അതിൻ്റെ സവിശേഷതകളും ഇന്ത്യൻ സൈനിക ചരിത്രത്തിൽ എന്നും സവിശേഷമായ ഒരു സ്ഥാനത്താണ് നിലകൊള്ളുന്നത്. ആധുനിക വ്യോമയാന ചരിത്രത്തിൽ വലിയൊരു വഴിത്തിരിവായി മാറിയ ഈ വിമാനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഏതൊരു രാജ്യസ്നേഹിക്കും അഭിമാനമുണർത്തുന്നതാണ്. പൂർണ്ണമായ രഹസ്യ സ്വഭാവത്തോടെയായിരുന്നു ഇന്ത്യൻ വ്യോമസേന MiG-25 ഫോക്സ് ബാറ്റ് വിമാനങ്ങളെ സ്വന്തമാക്കിയത്. ആകാശ നിരീക്ഷണ ശേഷിയിൽ രാജ്യത്തിന് വൻ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കിയ ഈ ഹൈ ആൾട്ടിറ്റ്യൂഡ് നിരീക്ഷണ വിമാനത്തിൻ്റെ വരവ് ശത്രു രാജ്യങ്ങൾക്ക് കനത്ത വെല്ലുവിളിയായിരുന്നു. ശബ്ദത്തേക്കാൾ മൂന്നിരട്ടി വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഈ വിമാനത്തെ തടയുകയോ റഡാറുകളിൽ കൃത്യമായി കണ്ടെത്തുകയോ ചെയ്യുക എന്നത് അക്കാലത്ത് ഏത് ശത്രു രാജ്യത്തിനും അസാധ്യമായ കാര്യമായിരുന്നു. സ്ട്രാറ്റോസ്ഫിയറിലെ അത്യുന്നതങ്ങളിൽ, അതായത് 60,000 അടിക്ക് മുകളിൽ പറക്കാനുള്ള കഴിവ് ഈ വിമാനത്തെ ആകാശത്തിൻ്റെ യഥാർത്ഥ അധിപനാക്കി മാറ്റി. ശത്രുക്കളുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളുടെ പരിധിക്ക് വളരെ അപ്പുറത്തു കൂടി സഞ്ചരിച്ച് കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കാൻ ഇതിന് സാധിച്ചിരുന്നു. നിക്കൽ സ്റ്റീൽ, ടൈറ്റാനിയം മിശ്രിതങ്ങൾ ഉപയോഗിച്ച് നിർമ്മിച്ച ഈ വിമാനം അതിതീവ്രമായ ചൂടിനെയും കർഷണത്തെയും പ്രതിരോധിക്കാൻ ശേഷിയുള്ളതായിരുന്നു. കൂറ്റൻ ടുമാൻസ്കി R-15 ടർബോജെറ്റ് എഞ്ചിനുകളുടെ കരുത്തിലാണ് ഫോക്സ് ബാറ്റ് കുതിച്ചു പാഞ്ഞിരുന്നത്. തന്ത്രപരമായ ദൗത്യങ്ങൾക്കും അതിർത്തികളിലെ ആഴത്തിലുള്ള നിരീക്ഷണങ്ങൾക്കുമായാണ് ഇന്ത്യൻ വ്യോമസേന പ്രധാനമായും ഈ റെക്കോഗ്നൈസൻസ് വേരിയന്റ് ഉപയോഗിച്ചത്. പതിറ്റാണ്ടുകളോളം അതീവ രഹസ്യമായി രാജ്യത്തിൻ്റെ പ്രതിരോധ മേഖലയിൽ സേവനമനുഷ്ഠിച്ച ഈ വിമാനത്തിൻ്റെ യഥാർത്ഥ കരുത്ത് പരീക്ഷിക്കപ്പെട്ടത് 99-ലെ കാർഗിൽ യുദ്ധകാലത്തായിരുന്നു. ഓപ്പറേഷൻ സഫേദ് സാഗറിൻ്റെ ഭാഗമായി നടന്ന കടുത്ത മലനിരകളിലെ വ്യോമാക്രമണങ്ങൾക്കിടയിലും MiG-25 നിർണായകമായ നിരീക്ഷണ ദൗത്യങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി. ശത്രുക്കളുടെ നീക്കങ്ങൾ കൃത്യമായി ഒപ്പിയെടുത്ത് സൈനിക നേതൃത്വത്തിന് ആവശ്യമായ തന്ത്രപരമായ വിവരങ്ങൾ നൽകുന്നതിൽ ഈ വിമാനം വഹിച്ച പങ്ക് സമാനതകളില്ലാത്തതായിരുന്നു. ശീതയുദ്ധകാലത്തെ സോവിയറ്റ് യൂണിയൻ്റെ എഞ്ചിനീയറിംഗ് മികവിൻ്റെയും അസാധാരണമായ വേഗത്തിൻ്റെയും പ്രതീകമായിരുന്നു ഈ വിമാനം. ഈ വിമാനങ്ങൾ 1981 ഓഗസ്റ്റ് 17-നാണ് ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാകുന്നത്. ശബ്ദത്തേക്കാൾ മൂന്നിരട്ടി വേഗതയിലും 60,000 അടിക്ക് മുകളിൽ സ്ട്രാറ്റോസ്ഫിയറിലൂടെയും പറക്കാൻ ശേഷിയുള്ള ഈ അതിമാനുഷികമായ വിമാനം ഇന്ത്യൻ വ്യോമസേനയുടെ ആകാശ നിരീക്ഷണ ശേഷിയിൽ വലിയൊരു കുതിച്ചുചാട്ടമാണ് അന്ന് ഉണ്ടാക്കിയത്. ഈ വിമാനങ്ങളുടെ വരവും പ്രവർത്തനങ്ങളും വ്യോമസേന കനത്ത സുരക്ഷയിലും
രഹസ്യ സ്വഭാവത്തിലും സൂക്ഷിച്ചതിന് പിന്നിൽ പ്രധാനമായും തന്ത്രപരമായ ചില കാരണങ്ങളുണ്ടായിരുന്നു. ശത്രുരാജ്യങ്ങളുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളുടെ പരിധിക്ക് വളരെ അപ്പുറത്ത് കൂടി പറന്ന് അതീവ നിർണായകമായ ചിത്രങ്ങളും ചാരവിവരങ്ങളും ശേഖരിക്കാൻ ഈ വിമാനത്തിന് സാധിച്ചിരുന്നു. ഈ വിവരങ്ങൾ ചോരാതിരിക്കാനും ശത്രുക്കളുടെ റഡാറുകളുടെ ശ്രദ്ധയിൽപ്പെടാതെ തന്ത്രപരമായ നീക്കങ്ങൾ നടത്താനും രഹസ്യാത്മകത അത്യാവശ്യമായിരുന്നു. അക്കാലത്ത് ഈ വിമാനങ്ങളെ തടയുകയോ കൃത്യമായി ട്രാക്ക് ചെയ്യുക എന്നത് ശത്രുരാജ്യങ്ങൾക്ക് അസാധ്യമായിരുന്നു. അതിനാൽ ഇതൊരു ശക്തമായ പ്രതിരോധ ആയുധമായി പ്രവർത്തിച്ചു. ഈ സാങ്കേതിക വിദ്യയുടെയും വിമാനങ്ങളുടെ യഥാർത്ഥ ശേഷിയുടെയും വിവരങ്ങൾ പുറം ലോകം അറിയുന്നത് രാജ്യത്തിൻ്റെ സുരക്ഷയെ ബാധിച്ചേക്കാമെന്നതിനാലാണ് സൈന്യം ഇത് പൂർണ്ണമായും രഹസ്യമായി സൂക്ഷിച്ചത്. ഏകദേശം 25 കൊല്ലത്തോളം പുറം ലോകം അറിയാതെ ഇന്ത്യക്ക് വേണ്ടി രഹസ്യ ദൗത്യങ്ങൾ നിർവഹിച്ച ഈ വിമാനങ്ങളുടെ സാന്നിധ്യം ഒടുവിൽ പുറത്തറിയുന്നത് 2006 ഇവ ഔദ്യോഗികമായി സേവനത്തിൽ നിന്ന് വിരമിക്കുന്ന വേളയിലാണ്. അതുവരെ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള അയൽ രാജ്യങ്ങൾ തങ്ങളുടെ ആകാശ പരിധിയിൽ ചില അജ്ഞാത സാന്നിധ്യങ്ങളും നിഗൂഢമായ വേഗതയേറിയ ചലനങ്ങളും കണ്ടെത്തിയിരുന്നുവെങ്കിലും അത് ഇന്ത്യയുടെ MiG-25 ആണെന്ന് കൃത്യമായി സ്ഥിരീകരിക്കാൻ അവർക്ക് ഒരു കാലത്തും സാധിച്ചിരുന്നില്ല. പ്രത്യേകിച്ച് 1997 പാകിസ്ഥാന്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിന്റെ മുകളിലൂടെ MiG-25 അതിവേഗത്തിൽ പറന്ന് രഹസ്യ ദൗത്യം പൂർത്തിയാക്കിയപ്പോൾ ഉണ്ടായ ശക്തമായ സോണിക് ബൂം പാകിസ്ഥാനിൽ വലിയ പരിഭ്രാന്തി സൃഷ്ടിച്ചിരുന്നു. ആകാശത്ത് വലിയൊരു സ്ഫോടനം നടന്നു എന്ന് കരുതി അവർ നടുങ്ങിപ്പോയെങ്കിലും അത് ഇന്ത്യയുടെ ഈ അത്ഭുത വിമാനത്തിൻ്റെ കൈക്രിയയാണെന്ന് അവർക്ക് പിന്നീട് മാത്രമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പോലും. ഒടുവിൽ 2006 ഈ വിമാനങ്ങളുടെ പ്രവർത്തന കാലാവധി അവസാനിപ്പിച്ചതിനെ തുടർന്ന് ഇന്ത്യൻ വ്യോമസേന അവയെ ഔദ്യോഗികമായി പിൻവലിക്കാൻ തീരുമാനിച്ചപ്പോൾ മാത്രമാണ് ലോകം ഈ സത്യം ഔദ്യോഗികമായി അറിയുന്നത് പോലും. 2006 വിരമിക്കലിനോടനുബന്ധിച്ച് പ്രതിരോധ രംഗത്തെ പ്രമുഖ മാധ്യമപ്രവർത്തകർക്ക് ആദ്യമായി ഉത്തർപ്രദേശിലെ ബറേലി വ്യോമതാവളത്തിലുള്ള ഈ വിമാനങ്ങളുടെ സ്ക്വാഡ്രൺ സന്ദർശിക്കാൻ വ്യോമസേന അനുമതി നൽകുകയായിരുന്നു. ഇതിലൂടെയാണ് MiG-25 വിമാനങ്ങൾ ഇന്ത്യയുടെ പക്കലുണ്ടായിരുന്നു എന്ന വിവരം പോലും മാധ്യമങ്ങളിലൂടെ പുറം ലോകവും അന്താരാഷ്ട്ര സമൂഹവും ഔദ്യോഗികമായി അറിയുന്നത്. MiG-25 വിമാനങ്ങൾ സേവനത്തിൽ നിന്ന് പിൻവലിച്ചതിന് ശേഷം അവയുടെ ചരിത്രപരമായ പ്രാധാന്യം കണക്കിലെടുത്ത് രാജ്യത്തെ പ്രധാനപ്പെട്ട ചില മ്യൂസിയങ്ങളിലേക്ക് അവ കൈമാറുകയായിരുന്നു. ഉത്തർപ്രദേശിലെ ബറേലി വ്യോമതാവളത്തിലായിരുന്നു ഈ വിമാനങ്ങളുടെ സ്ക്വാഡ്രൺ പ്രധാനമായും പ്രവർത്തിച്ചിരുന്നത്. അതിനാൽ തന്നെ ഈ വിമാനങ്ങളുടെ വിരമിക്കലിന് ശേഷം ഇവയിൽ ചിലതിനെ എയർഫോഴ്സ് മ്യൂസിയങ്ങളുടെ ഭാഗമാക്കി മാറ്റി. ദില്ലിയിലെ പാലം വ്യോമതാവളത്തിലുള്ള ഇന്ത്യൻ എയർഫോഴ്സ് മ്യൂസിയം സന്ദർശിച്ചാൽ അവിടെ ഈ ഇതിഹാസ വിമാനത്തിൻ്റെ യഥാർത്ഥ രൂപം നമുക്ക് നേരിൽ കാണാൻ സാധിക്കും. രാജ്യത്തിൻ്റെ വ്യോമപ്രതിരോധ ചരിത്രത്തിലെ ഏറ്റവും വിലമതിക്കാനാവാത്ത അറ്റകൈ പ്രയോഗങ്ങളിലൊന്നായ MiG-25 കാണാൻ നിരവധി ചരിത്രകാരന്മാരും പ്രതിരോധ പ്രേമികളുമാണ് ദിവസേന ഈ മ്യൂസിയത്തിൽ എത്തിച്ചേരുന്നത്. ഇതിനു പുറമെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ മറ്റ് പ്രധാന വ്യോമ മ്യൂസിയങ്ങളിലും സയൻസ് സെൻ്ററുകളിലും ഈ വിമാനത്തിൻ്റെ ചില ഭാഗങ്ങളോ അല്ലെങ്കിൽ മോഡലുകളോ പ്രദർശനത്തിനായി വച്ചിട്ടുമുണ്ട്. പതിറ്റാണ്ടുകളോളം ആകാശത്തിൻ്റെ അതിർത്തികളിൽ കാവൽ നിന്ന് ശത്രുക്കളുടെ ഉറക്കം കെടുത്തിയ ആ സൂപ്പർസോണിക് കാവൽക്കാരൻ ഇന്ന് നിശ്ചലമായി. എന്നാൽ വരും തലമുറകൾക്ക് രാജ്യത്തിൻ്റെ സൈനിക കരുത്തിൻ്റെ കഥകൾ വിളിച്ചോതുന്ന ജീവനുള്ള സ്മാരകമായി നിലകൊള്ളുകയും ചെയ്യുന്നു. അക്ഷരാർത്ഥത്തിൽ ഒരിക്കൽ ആകാശത്തെ വിറപ്പിച്ച ആ ആകാശക്കോട്ടകൾ ഇന്ന് ചരിത്രത്തിൻ്റെ ഏടുകളിലും അഭിമാനകരമായ മ്യൂസിയങ്ങളുടെ തറകളിലും ശാശ്വതമായി വിശ്രമിക്കുകയാണ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.